ഹലോ, ഗുഡ് ഈവനിങ്. അപ്പം സുകുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഇച്ചിരി കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ. അപ്പം ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനത്തെ വീഡിയോസ് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് എന്താണ് സുഖമില്ലായിരുന്നു. പിന്നെ പിന്നെ അത് തന്നെയല്ല, ഇടാനൊക്കെ ഒരു മൂഡും ഒക്കെ വേണ്ടേ അല്ലേ. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നലെ രാവിലെ ഞാൻ കുറച്ച് പരിപ്പെടുത്ത് വെള്ളത്തിലിട്ടിരുന്നാണ്. ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ തൊട്ട് അല്ല ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് വെള്ളത്തിൽ കിടന്ന്. പിന്നെ എനിക്ക് മടി. പിന്നെ ഞാൻ വിചാരിച്ച് അതെടുത്ത് ഇനി ഫ്രിഡ്ജിൽ വെച്ചേക്കാമെന്ന് വിചാരിച്ച്. അപ്പം എടുത്ത് ഫ്രിഡ്ജിൽ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് പരിപ്പോടെ ഇന്നലെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ എന്താണോ ഉണ്ടാക്കാനായിട്ടൊരു സുഖം തോന്നിയില്ല. അപ്പം ഇന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ വെറുതെ ഇരുന്ന് ആ പരിപ്പ് ഇരുന്ന് പോവും. അതുകൊണ്ട് അങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് കളയട്ടെ അതിൻ്റെ കേട്ടോ. അപ്പം എന്നോട് ദീപയോ ആരൊക്കെയോ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ, ഇപ്പം ചേച്ചി ഇത് വീഡിയോ ഇടുന്നില്ലേ എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് ഈ എന്താ പരിപ്പൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്താണോ എല്ലാം മറന്നൊക്കെ പോവാം. പ്രായമൊക്കെ ആയില്ലേ, ഒരു സുഖമില്ല ശരീരത്തിനും. ബാക്ക് പെയിനൊക്കെ കാരണമുണ്ടല്ലോ. ഒരു ജോലിയും ചെയ്യാനായിട്ട് ഇഷ്ടമില്ല. ഇഷ്ടമില്ലെന്നല്ല, മടിയാണ്. ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കിയല്ലേ പറ്റുള്ളൂ അല്ലേ. ജോലിയൊക്കെ ചെയ്യാൻ മടിയാണെന്നും പറഞ്ഞിരുന്ന എന്താ ചെയ്യും. അതുകൊണ്ട് ജോലിയൊക്കെ. അപ്പം ഞാൻ ഈ സവാള ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. കാണാൻ വയ്യല്ലേ. അപ്പോൾ നമുക്ക് ഈ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അല്ലേ. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു 4-5 പച്ചമുളക് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ഒരു സവാള മതിയാവും. അപ്പോൾ ഇതുപോലെ കുഞ്ഞതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുക. ഞാൻ ചായ എടുത്ത് വെച്ചിട്ട് മറന്നുപോയി. ഒരു ഇംഗ്ലീഷ് ചായ ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അത് ഇടയ്ക്കിടയ്ക്കൊന്ന് കുടിക്കണം. നിങ്ങളൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കാണും അല്ലേ. എല്ലാവരും ചായയൊക്കെ കുടിച്ചാൽ ഇനി ഡിന്നറിനുള്ള പരിപാടികളായിരിക്കും അല്ലേ. അപ്പം ഈ സവാള ഇങ്ങനെ അങ്ങോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇനിതാ 3-4 പച്ചമുളകുണ്ട്. അതും കൂടി ഇങ്ങോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ അല്ലേ. പറഞ്ഞായിരുന്നു പരിപ്പ് വട. ഞാൻ ഇതിന് മുന്നേയും ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പരിപ്പുവടയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ.
അപ്പം പച്ചമുളക് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. കാണുന്നുണ്ടോ? കണ്ടോ? അപ്പോൾ പച്ചമുളക് അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് കണ്ടോ ഓക്കെ. ഇനി നമുക്ക് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന കറിവേപ്പിലയാണ് കണ്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന് തന്നതാണേ. അപ്പം കറിവേപ്പില മാത്രമല്ലായിരുന്നു കേട്ടോ, ഈ ബനാന ചിപ്സ് ഉണ്ടായിരുന്നു, പിന്നെ ചെമ്മീൻ ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ വേറെ എന്തായിരുന്നു, ഈ ഗരം മസാലയുടെ സ്പൈസസ് എല്ലാം കൂടി അത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കണം. അത് ഉണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമേ. ഇത് ഉണ്ടോ? വലിയൊരു പാക്കറ്റാണ്. ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഇത് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പം കണ്ടോ സാധനം. പിന്നെ ചിപ്സൊക്കെ ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ വേറെ എന്തുവായിരുന്നു, വേറെ എന്തൊക്കെയോ കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കാറില്ല കേട്ടോ. കാരണം ഒന്നാമത് എനിക്ക് ഉണ്ടാക്കാനുള്ള മടി, ഒറ്റയ്ക്കൊക്കെ എനിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊക്കെ ഉണ്ടാക്കാനൊരു മടി. പിന്നെ ഒന്നോ രണ്ടോ ഒക്കെ എങ്ങനെയാണ് ആയിട്ടുണ്ടാക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഇന്നാൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് കുറേ ചപ്പാത്തി പരത്തി അതിൻ്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഒക്കെ ഇട്ട് ഇങ്ങനെ പരത്തി എനിക്ക് കുറച്ച് ഒരു 10 ചപ്പാത്തി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത് ഞാൻ 2 എണ്ണം ഞാൻ ചുട്ട് കഴിച്ചു. പിന്നെ ബാക്കി ഇരിപ്പുണ്ട്, ഫ്രീസറിൽ ഇരിപ്പുണ്ട്. എനിക്ക് വേണമെന്ന് തോന്നുമ്പോൾ അതെടുത്ത് ചുട്ട് കഴിച്ചാൽ മാത്രം മതി. അപ്പം നമ്മുടെ കറിവേപ്പില ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു. ഇഞ്ചി അരിഞ്ഞില്ലല്ലോ. അയ്യോ ഇതേണ്ട ഇഞ്ചി. ഞാനൊന്നും ഉണ്ടാക്കാതെ ഇരുന്നിരുന്നുണ്ടല്ലോ, കുറേ ഇഞ്ചി മേടിച്ച് വെച്ചിരുന്നതെല്ലാം അങ്ങ് കേടായിപ്പോയി. അതിനകത്തുനിന്ന് നല്ലതൊക്കെ എടുത്ത് ഇപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇരുന്നാലും അത് കേടായിപ്പോവും. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കുകയാണെങ്കിൽ അത് പോകാതിരുന്നോളല്ലോ. ഇതൊക്കെ ഭയങ്കര പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലേ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കൂടുതൽ അങ്ങോട്ട് ഈ പരിപ്പ് വടയ്ക്കകത്തോട്ടിടും. അപ്പോൾ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ നല്ലതല്ലേ പരിപ്പ് വടയ്ക്കകത്തോട്ട് ഇടുമ്പോൾ. അപ്പോൾ കുറച്ച് കൂടുതൽ അങ്ങോട്ട് ഞാൻ അരിഞ്ഞിടും. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീഡിയോസൊക്കെ എല്ലാവരുടെയും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ കമൻ്റ് ഇടാനൊന്നും ചിലപ്പം സമയം കിട്ടാറില്ല, ചിലപ്പോൾ രാത്രിയിലായിരിക്കും കാണുന്നത്. പിന്നെ അപ്പം ചിലപ്പോൾ ഉറക്കം വന്നങ്ങ് ഉറങ്ങിപ്പോകും. പിന്നെ കമൻ്റൊക്കെ ഇടണമെന്ന് ഓർത്തുകൊണ്ട് വീഡിയോ എടുത്ത് കാണും. പക്ഷേ ചിലപ്പോൾ ഉറങ്ങിപ്പോകും, അറിയത്തേ ഇല്ല. ഫോണൊക്കെ പിന്നെ സമയം കിട്ടുന്നത് പോലെ എല്ലാവരുടെയൊക്കെ കാണാം കേട്ടോ. അപ്പം നമ്മുടെ ഇഞ്ചിതേ ഇങ്ങനെ ഇതുപോലെ കുഞ്ഞായിട്ട് അങ്ങോട്ട് അരിയുക. ഇനി നമുക്ക് പരിപ്പ് ഞാൻ അരച്ചെടുത്തില്ല. ഇതെല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ പരിപ്പും കൂടെ ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട് ഓഫീസിൽ നിന്ന്. അപ്പോൾ അതേ ഞാൻ പരിപ്പൊക്കെ അരച്ചെടുത്ത് കേട്ടോ. അതിൻ്റെ ഈ പരുവത്തിൽ
അരച്ചെടുക്കണം. ഓക്കെ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് ഞാൻ ദേ ഈ പരുവത്തിലാണ് അരച്ചെടുക്കുന്നത്. അത് ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ഉണ്ടോ, ദേ ഇങ്ങനെ ഇതുപോലെ ആകണം, കണ്ടോ? അപ്പം അങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവോള, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇതിനകത്തേക്ക് ഇടണം. കറിവേപ്പില, ഇഞ്ചി, സവാള. പിന്നെ ഞാൻ കുറച്ച് ചിലപ്പോൾ ഇടും കേട്ടോ, ഈ പെരിഞ്ജീരകം. അത് ചിലപ്പോൾ ഞാൻ ഇടും, ചിലപ്പോൾ അതൊന്നും ഇടത്തില്ല. പിന്നെ നമുക്ക് ഉപ്പിടണമല്ലോ. ഇതാ ഉപ്പും കൂടെ ഇട്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഞെരടി മിക്സ് ആക്കണം. ഓക്കെ, ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണം. നന്നായിട്ട് ഞെരടി ഇളക്കുമ്പോൾ ആ പച്ചമുളകിൻ്റെ ആ എരിവും ഒക്കെ ഉണ്ടല്ലോ ഈ പരിപ്പിലോട്ട് അങ്ങോട്ട് പിടിക്കും. ഒരു മിനിറ്റ്, ഞാൻ എണ്ണ ഒഴിക്കട്ടെ. എല്ലാം ചൂടാക്കി വെച്ചിരിക്കുമായിരുന്നു, പക്ഷേ എണ്ണ ഒഴിക്കാൻ മറന്നു. ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ, ഞാനിങ്ങനെ കൂടുതൽ സാധനങ്ങളൊന്നും ഞാൻ മേടിച്ച് വെക്കാറില്ല. പിന്നെ അത് തന്നെയല്ല, എണ്ണയൊക്കെ നമ്മൾ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളോർക്കും അയ്യോ ചേച്ചി എന്നാ ഒരു പിശുക്കിയ എന്നൊക്കെ ഓർക്കും അല്ലേ? പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് അതൊക്കെയല്ലേ നല്ലതും. കുറച്ച് എണ്ണയൊക്കെ ഉപയോഗിക്കാം. അപ്പം ഞാൻ അധികം ഒന്നും മേടിച്ച് വെക്കാറില്ല കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതും എണ്ണ വാങ്ങാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ കുറച്ച് എണ്ണയേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളത് നമുക്ക് വറുത്തെടുക്കാം അല്ലേ? അയ്യോ, അപ്പോൾ നന്നായിട്ടിങ്ങനെ ഞെരടി യോജിപ്പിച്ച്, എന്നിട്ട് പിന്നെ നമ്മൾ എന്തോ ചെയ്യണം, ഉപ്പുണ്ടെന്ന് നോക്കണം അല്ലേ? ശരിയാകുമായിരിക്കും അല്ലേ? അല്ല, ഇപ്പം ഇച്ചിരി ഉപ്പ് കൂടിപ്പോയാലെന്നാ അല്ലേ? എന്നാ കുഴപ്പം? എനിക്കങ്ങനെ പറ്റുന്നതല്ല. സാധാരണ ഞാൻ ഉപ്പ് ഇട്ടാൽ അങ്ങനെ കൂടിപ്പോകുന്നല്ലോ. പക്ഷേ ഇതിപ്പോൾ ഇച്ചിരി കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം. അപ്പോൾ എന്തായാലും സാരമില്ലല്ലേ, നോക്കട്ടെ. ചിലപ്പോൾ ഒന്നുകൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറഞ്ഞെങ്കിലോ. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല, കൂടിയത് തന്നെ. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറയ്ക്കാൻ യാതൊരു മാർഗവും ഇല്ല. വേറെ എന്തെങ്കിലും പൊടിയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് പൊടിയും കൂടെയൊക്കെ ഇടായിരുന്നു. പക്ഷേ ഇത് പരിപ്പല്ലേ, ഇനി ആ പരിപ്പ് കുതിർത്ത് അരച്ച് ഒക്കെ എടുക്കണമെങ്കിൽ പണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് സാരമില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ? ഡോർ അടച്ചിട്ടേ, അല്ലെങ്കിൽ ഇപ്പം കിടന്ന് അലാം കിടക്കും. പാചകം അടിച്ചടിച്ചടിച്ച് എണ്ണ ചൂടായി പുകയെല്ലാം കയറിക്കഴിഞ്ഞാൽ പിന്നെ അലാം അടിക്കും. അപ്പം ഞാനൊന്ന് നോക്കട്ടെ, എണ്ണ തിളച്ചോന്ന് നോക്കാം അല്ലേ? എണ്ണ തിളച്ചോന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാ ചെയ്യും, ഇതിനകത്തുനിന്നൊരു ശകലം എടുത്തങ്ങോട്ട്, ശബ്ദം കേട്ടോ, തിളച്ച്.
അപ്പോൾ നമുക്ക് ഇടാം. ഞാൻ എന്നിട്ട് ഓർക്കുമായിരുന്നേ, ഇന്നിപ്പോൾ എവിടെയോ രസവടയുടെയൊക്കെ കാര്യം കേട്ടു. രസവട അല്ല, എവിടെ കേട്ടതാ, ഒരു മെനുവിൽ കണ്ടതാണ് കേട്ടോ. ഞാൻ ഒരു കട പോയപ്പോൾ രസവട, മെതുവട അങ്ങനെ. അപ്പോൾ ഞാൻ 2 സാമ്പാറോടെ മേടിക്കുകയും ചെയ്ത്. പക്ഷേ അപ്പോഴാണ് ഓർത്തത് ഈ പരിപ്പിൻ്റെ കാര്യം. അപ്പം ഇത് ഇങ്ങനെ അങ്ങോട്ട് പരത്തുക. ഒരു ചെറിയ ഉരുള എടുത്തിട്ട് ഇങ്ങനെ പരത്തുക, ഇതിലേക്ക് ഇങ്ങോട്ട് ഇടുക. ശബ്ദം കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ ചെറിയ പാത്രം വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ വട്ടമുള്ള പാത്രമാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് മതിയല്ലോ എണ്ണ. അപ്പം അതിൽ വറക്കാവുന്നിടത്തോളം വറക്കുക, ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. പിന്നെ എണ്ണ മേടിച്ചിട്ട് നമുക്ക് വറക്കാം അല്ലേ. എന്തൊരു കഷ്ടമാണ് എൻ്റെ കാര്യം അല്ലേ. നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ട്, ഓ ചേച്ചി എന്നെ ഒരു പിശുക്കിയ ചേച്ചി. ചേച്ചിയുടെ വീട്ടിലാണെങ്കിൽ ഒരു എണ്ണയില്ല, ഒരു സാധനവും ഇല്ല എന്നൊക്കെ ഓർക്കും അല്ലേ. ഞാനേ കാണിക്കാവേ. ഞാൻ ഇതൊന്ന് ഇട്ടോട്ടെ, എന്നിട്ട് എൻ്റെ കൈ ഒന്ന് കഴുകണം. ഈ ഇതെല്ലാം പരിപ്പ് കണ്ടോ, എല്ലാം കൈയെല്ലാം പറ്റിയിരിക്കുക. അതുകൊണ്ട് ഞാൻ ഇത് ഒന്ന് ഒരു 4 എണ്ണ ഇട്ടിട്ട് കൈ ഒന്ന് കഴുകിയിട്ട് ഞാൻ കാണിക്കാവേ. നല്ല ഉപ്പുണ്ട് കേട്ടോ, നല്ല ഉപ്പുണ്ട്. നല്ല ഉപ്പുണ്ട്. കൈയൊക്കെ കഴുകി അപ്പോൾ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അടുക്കള വശമൊക്കെ നിങ്ങൾ കുറേ ദിവസമായല്ലോ കണ്ടിട്ട്. കണ്ടോ അടുക്കളയിലെ വിൻഡോയിൽ നിന്ന് നോക്കുന്ന കാഴ്ച? നല്ല ഭംഗിയില്ലേ? കണ്ടോ ഒരു മരം, നല്ലൊരു മരം, പച്ച ഇലകളെല്ലാം നിറച്ചായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. കണ്ടോ കുറച്ച് പൂവൊക്കെ ഉണ്ട്. അതുകൊണ്ടോ കിളികൾക്കൊക്കെ വെള്ളം വെച്ച് കൊടുക്കുന്നതാണ്. ആ സിമെൻറ്റ് കെട്ടി വെച്ചിരിക്കുന്നതാണ്ട് ആ സൂത്രം കണ്ടോ, അത് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പം കിളികളൊക്കെ വന്ന് വെള്ളമൊക്കെ കുടിക്കും. പിന്നെ മദാമ്മ നടന്നു പോകുന്നു. പിന്നെ കണ്ടോ എൻ്റെ വീടിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് കയറുന്ന ചെറിയ വഴിയാണ് ഈ കാണുന്ന, ഗാർഡൻ്റെ സൈഡിലൂടെ കണ്ടോ. ഇനി ഞാനൊരു ദിവസം കാണിക്കാം നിങ്ങളെ. ഉണങ്ങിയ ജമന്തി കണ്ടോ, എന്നിട്ടും അതൊന്നും എടുത്ത് കളയാൻ പറ്റിയില്ല. പിന്നെ ദേ ചെടികൾ. പിന്നെ എൻ്റെ പുതിന കണ്ടോ. പിന്നെ പനിക്കൂർക്കയുടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ദേ ഇതെല്ലാം വേര് പിടിച്ച് ഇഷ്ടം പോലെ വേരായിട്ട് ഇത് ഒടിഞ്ഞത് ഞാനെടുത്ത് ഇങ്ങനെ കുത്തി വെച്ചതാണ് കണ്ടോ. ഇഷ്ടം പോലെ വേര് വന്നിട്ടുണ്ട്. ഇനി അത് ഒരു ചട്ടിയിലേക്ക് മാറ്റണം, 1-2 ചട്ടിയിലേക്ക്. വലിയതായി നീളത്തിലങ്ങ് പോവുക കണ്ടോ, നന്നായിട്ട് നീളത്തിലങ്ങ് പോവുക. ഇനിയിപ്പോൾ ആ ഭിത്തി ആ സീലിങ്ങിൽ ചെന്ന് ഇടിച്ച് നിൽക്കും. ഇതുണ്ടോ പുതിന. ഇതൊക്കെ ഞാൻ വെറുതെ കടയിൽ നിന്ന് ഈ പുതിന വാങ്ങിയ പുതിനയുടെ ഒരു തണ്ടെടുത്ത് വെറുതെ കുത്തി വെച്ചതാണ്. അതെ കണ്ടോ, അതെല്ലാം കിളുത്ത് കീറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പുവട എന്തായി നോക്കാം. ഒന്ന് മറിച്ചിടാം അല്ലേ. ഇനി ഇവിടുത്തെ 2 പാത്രമൊക്കെ കഴുകാൻ കിടപ്പുണ്ട് കേട്ടോ. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് പരിപ്പുവട മറിച്ചിടാം. അയ്യോ അങ്ങോട്ട് കാണിക്കാൻ പോയതാ, ഇച്ചിരി കരിഞ്ഞു പോയി കണ്ടോ. കണ്ടോ 2 എണ്ണത്തിൻ്റെ അടിവശം ഇച്ചിരി കരിഞ്ഞു പോയി. അത് സാരമില്ലല്ലേ, അത് ആദ്യത്തെയൊക്കെ അങ്ങനെയൊക്കെ വരും.
അതൊന്നും സാരമില്ല. അപ്പോൾ നമ്മുടെ പരിപ്പ് വട ഒരു സൈഡ് റെഡിയായി. ഇനി അടുത്ത സൈഡും കൂടെ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം അല്ലേ. അപ്പം നിങ്ങളൊക്കെ ചായ കുടിച്ചോ? ഞാൻ ദേ ചായ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇംഗ്ലീഷ് ചായയാണേ. ഇംഗ്ലീഷ് ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? വെരി സിമ്പിൾ. അത് കെറ്റിലിൽ വെള്ളം ചൂടാക്കുക, ഒരു ടീ ബാഗ് കപ്പിലേക്ക് ഇടുക, എന്നിട്ട് ആ വെള്ളം ചൂടുവെള്ളം എടുത്ത് തിളച്ച വെള്ളം എടുത്ത് തിളച്ച വെള്ളം നമ്മൾ എടുത്തിട്ട് ടീ ബാഗ് ഇട്ട കപ്പിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇച്ചിരി പച്ചപ്പാൽ അതിനകത്തേക്ക് ഒഴിക്കുക. ടീ ബാഗ് എടുത്ത് മാറ്റുക. ചായ റെഡി. അപ്പോൾ നമ്മുടെ പരിപ്പ് വടയും റെഡി. കണ്ട, പരിപ്പ് വട റെഡി. അപ്പോൾ ഇനി അടുത്ത വടയും കൂടെ നമുക്കിടാം അല്ലേ. കുറച്ചും കൂടെ ചെറുതാക്കിയിടാം അല്ലേ. എന്ത് ദൈവമേ, എന്ത് പറയാൻ. കഷ്ടമായി പോയല്ലോ. ഓക്കെ, അപ്പം 4 ഇട്ടു. കൈ കഴുകട്ടെ. നല്ലൊരു പാട്ടല്ലേ. അപ്പം കൂട്ടി വേറൊരു പാട്ട്. ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമിരിപ്പൂ ഞാൻ, ധ്യാനലീനമിരിപ്പൂ ഞാൻ. മരിക്കുമോ ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമിരിപ്പൂ ഞാൻ, ധ്യാനലീനമിരിപ്പൂ ഞാൻ. പിന്നെ വേറൊരു പാട്ട് കേട്ടെ. അയ്യോ, വേറൊരു പാട്ടാണ് പാടാൻ വന്നത്. പക്ഷേ ഇത് അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, മറന്നുപോയി. ഈ 2 പാട്ടും കൂടെ മിക്സ് ആയപ്പോൾ രണ്ടിൻ്റെയും ട്യൂൺ മറന്നുപോയി.
കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം ഏകാഗ്രമായിട്ട് ചിന്തിക്കണം, ഏകാഗ്രമായിട്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഇതാണത്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ മനസ്സിൽ പല പല ഇത് വരുന്നത്. പിന്നെ ഞാൻ 2 പാട്ട് പാടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ടായിരുന്നേ. അതിൻ്റെ ആൻസറൊക്കെ ചോദിച്ചിരുന്നു, ചോദ്യമൊക്കെ ചോദിച്ചിട്ട് ആൻസർ പറയാൻ പറഞ്ഞിരുന്നു. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ശരിയാണ്. ഇന്നലെ പാടിയ പാട്ടിൻ്റെ ചോദ്യം ഇതേത് ചിത്രത്തിലേതാണെന്നുണ്ടായിരുന്നു. ചിത്രത്തിലേതാണ്, അതിൻ്റെ അകത്ത് അഭിനയിച്ചവരാരൊക്കെയാണെന്നുള്ളതായിരുന്നു. അപ്പം ആരാ, ജീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെടുമുടി വേണു നാഗവള്ളിയും മാധവിയും. ശരി, കറക്റ്റ് ആൻസറാണേ അത്. അപ്പോൾ താങ്ക് യു ജീന. അത് ഏത് ചിത്രത്തിലെയാണെന്ന് വെച്ചാൽ ഒരു കുടക്കീഴിൽ, ആ ചിത്രത്തിലെയാണ്. നല്ല അനുരാഗിണി ആ പാട്ട്. എന്നെ സൂപ്പർ പാട്ടല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് ഉപ്പ് കൂടിപ്പോയല്ലോ, എന്താ ചെയ്യുന്നു? സാരമില്ല, ഇപ്പം എന്താ ചെയ്യാനല്ലേ. ഞാനൊന്ന് തിന്ന് നോക്കണം, എന്നിട്ട് ഉപ്പ് കൂടുതലുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. പിന്നെ വേറെ എന്താണ്? പിന്നെ കുറേ പേരുടെയൊക്കെ ലൈവിലൊക്കെ ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദീപ, മിഞ്ചി, പിന്നെ എന്താ റസീനയാണ്, അങ്ങനെ ഏതാണ്ടെന്ന് തോന്നുന്നു. റസീനയോ റസീന. പിന്നെ വേറെ ആരുടെയായിരുന്നു? മഞ്ഞുതുള്ളികൾ, പിന്നെ ഞങ്ങളും നിങ്ങളും, അവരുടെയൊക്കെ പേരെന്താണോ ഓർമ്മയില്ല. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ദീപ ഇന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, എന്നാൽ ഇന്ന് ഈ പരിപ്പോടെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അങ്ങോട്ട് എടുത്തിടാന്ന്. അപ്പോൾ അടുത്ത വടയും റെഡിയായി. കണ്ട, രണ്ട് മൂന്നെണ്ണം കൂടി ഇട്ടേക്കാം അല്ലേ. എന്നിട്ട് ബാക്കി ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ വേറെ എന്താണ്? നാട്ടിലൊക്കെ ഇപ്പം നല്ല മഴയാണെന്ന് തോന്നുന്നല്ലേ. ഇവിടെയും ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ്, ഇന്ന് മഴ പെയ്തില്ല കേട്ടോ. അപ്പോൾ ഇനി ഒന്നുകൂടെ കൈ കഴുകട്ടെ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ അങ്ങോട്ട് നിർത്തിയേക്കാം അല്ലേ. ഇപ്പോൾ പരിപാടിയൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിർത്താം അല്ലേ. അപ്പം ഞാൻ പരിപാടി ഉണ്ടാക്കുന്ന ഇതൊക്കെ പറഞ്ഞതൊക്കെ കണ്ടല്ലോ, കേട്ടല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കയറി കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, വീഡിയോ കാണണം. ഓക്കെ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.
അപ്പം പരിപ്പൂട കണ്ടല്ലോ. ഇനിയിപ്പം ഞാൻ കഴിക്കുന്നത് കാണിക്കണ്ടല്ലോ. വേണോ? കാണിക്കണോ? നല്ല ഉപ്പാണ് കേട്ടോ. നല്ല ഉപ്പുണ്ട്. അയ്യോ, ഇതെങ്ങനെ കഴിക്കും? എന്തായാലും ഇത് കളയാൻ പറ്റില്ലല്ലോ, കഴിച്ചേ പറ്റൂ അല്ലേ? നല്ലതായിരുന്നെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാമായിരുന്നു. ഇതിപ്പോൾ ഈ ഉപ്പ് കൊണ്ട് ഒരു രക്ഷയില്ല. പിന്നെ എങ്ങനെയാണ്? ആർക്കെങ്കിലും എൻ്റെ ഒരു ഫ്രണ്ടിന് ആയാലും കൊണ്ട് കൊടുക്കാമായിരുന്നു. പക്ഷേ കൊടുക്കാൻ പറ്റില്ല. നല്ല രുചിയൊക്കെ ഉണ്ട്, പക്ഷെ ഉപ്പ് കൂടുതലാണ്. ഓക്കെ, അപ്പം കണ്ടല്ലോ.